ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം അലൗകികമായ ബന്ധമാണ്. ഉത്തമ ഗുരുശിഷ്യ ബന്ധത്തിൽ സാർത്ഥതയുടെ ലവലേശമില്ല. ലോകബന്ധങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ബന്ധമാണെന്ന് നമുക്ക് അറിയാം. എന്നാൽ അതിൽ ശ്രേഷ്ഠമാണ് ഗുരുശിഷ്യ ബന്ധം. ഒരു ഭാഗത്ത് അകാരണമായ കൃപയും വാത്സല്യവും, മറുഭാഗത്ത് വിനീതദാസൻ്റെ സർവാർപ്പണ ഭാവവും പ്രേമവും. അതാണ് ഉത്തമമായ ഗുരുശിഷ്യ ബന്ധം. അത് ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യമാണ്. ഗുരു എന്ന് വെച്ചാൽ ആത്മസ്വരൂപനാണ്. എന്നാൽ മനസ്സിനെ താഴ്ന്ന വികാരങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ശിഷ്യന് ഗുരുവിൻ്റെ ആത്മഭാവം അറിയാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഗുരു പരമാത്മസ്വരൂപം തന്നെയാണെന്ന് അറിയുമ്പോൾ നാം നമ്മുടെ ആത്മഭാവം തന്നെയാണ് അറിയുന്നത്. അപ്പോൾ ഗുരുവിലുള്ള പ്രേമം തന്നിലുള്ളിൽ ആത്മസ്വരൂപത്തെ പൊയ്ക്കൊണ്ടുവരികയാണ്. ഒരാളെ പ്രേമിക്കാൻ തുടങ്ങുമ്പോഴാണ് തന്നിലെ പ്രേമം പൊങ്ങി വരുന്നതെന്ന് പറയുന്ന പോലെ പ്രേമത്തിൻ്റെ ഭാവത്തെ മനസ്സിലാക്കാനും കഴിയുന്നത്. തൻ്റെ സുഖവും ആഗ്രഹങ്ങളെല്ലാം ഗുരുവിന് വേണ്ടി ത്യജിക്കാൻ ശിഷ്യൻ തയ്യാറാകും. ശരീരവും മനസ്സും ബുദ്ധിയും സമ്പത്തും എല്ലാം ഗുരുവിൻ്റെ സേവയിൽ അർപ്പിക്കുവാൻ ശിഷ്യൻ ഉത്സുകനാകുന്നു. അതാണ് സർവാർപ്പണ ഭാവം. ആ ഹൃദയം കൊണ്ടുള്ള ഐക്യത്തിൽ ഗുരുവിന് ശിഷ്യനോട് എന്ത് ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യം പോലുമില്ല. പറയാണ്ട് തന്നെ ഗുരുവിൻ്റെ ഇച്ഛ എന്താണെന്ന് ശിഷ്യൻ്റെ മനസ്സിൽ തെളിയും. അത് നിർവഹിക്കാനുള്ള ഉത്സാഹവും ശിഷ്യനുണ്ടാവും. ഗുരു നേരിട്ട് പറയുന്ന നിർദ്ദേശങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ആധ്യാത്മികം എന്നത് നമ്മുടെ സ്വരൂപത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. മനുഷ്യരുടെ എല്ലാം മനസ്സും ഇന്ദ്രിയങ്ങളും സഹജമായി തന്നെ ബാഹ്യലോകത്തിലേക്കാണ് ഒഴുകുന്നത്. അതിൻ്റെ ഗിരി തിരുത്തി ഉള്ളിലേക്ക് തന്നെ തിരിച്ചുവിടുന്ന പ്രക്രിയയാണ് ആധ്യാത്മികത. ആദ്യമായിട്ട് കാറുണ്ടാക്കിയ സമയത്ത് പുറകോട്ട് പോകുന്ന ഗിയറില്ലായിരുന്നു. പിന്നീടാണ് അവ ഘടിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ കാറ് ഏതാനും അടി പിന്നോട്ട് എടുക്കണമെങ്കിൽ മൈലുകളിലും സഞ്ചരിച്ച് തിരിച്ചു വരേണ്ടി വരും. പിന്നീട് ആ നിർമ്മാതാക്കൾ പുറകോട്ട് എടുക്കുന്ന ഗിയറിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇതുപോലെയാണ് നമ്മുടെ മനസ്സും. എന്നാൽ റിവേഴ്സ് ഗിയറില്ലാത്തതിനാൽ പുറത്തേക്ക് പോകാൻ മാത്രമേ അറിയൂ. എന്നാൽ ആത്മീയതയിൽ മുന്നേറുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ ഇത്തിരി ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ കഴിയും. സദ്ഗുരുക്കന്മാർ അതിനെ നമ്മളെ പ്രാപ്തരാക്കുന്നു. ആത്മവിശ്വാസം ഇല്ലാതിരുന്ന ഒരു ചിലന്തി ഒരു വൃക്ഷത്തിൻ്റെ ശാഖയിൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. തനിക്ക് അപ്പുറത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. എനിക്ക് വിശക്കുകയും ചെയ്യുന്നു. അവിടെ അത്ര കൊതുകൾ വരുന്നില്ല. തനിക്ക് കിട്ടേണ്ടവരെ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റേ ചിലന്തി പറയാണ്, കുഞ്ഞ്, നീ ഇങ്ങനെ തന്നെ ഇരുന്ന് വിശന്നിരിക്കാതെ നിന്നിൽ കഴിവുണ്ട്, നിനക്ക് അതിനുള്ള ശക്തിയുണ്ട്. നീ മറ്റേ കമ്പിലോട്ടൊന്ന് ചാട്, ഇച്ചിരി ഒന്ന് ചാടാൻ ശ്രമിച്ചാൽ മതി. വീണു വീണമെന്നുകൊണ്ട് ഇരിക്കരുത്. നീ ചാടാൻ ശ്രമിക്കൂ. വീണാൽ നിനക്ക് അതിൽ നിന്ന് പിടിച്ചു കയറാൻ സാധിക്കും. വീണാൽ നിന്നിലൊരു നൂലുണ്ടാവും. ആ നൂലിൽ കൂടി നിനക്ക് പിടിച്ചോട്ട് ഇങ്ങോട്ട് വരാം, താഴോട്ട് പോകില്ല. അപ്പോൾ നീ ചാടുമെന്ന് പറയണം. അപ്പോൾ അത് പെട്ടെന്ന് ചാടിയപ്പോൾ അത് നൂല് നൂത്ത് മറ്റേ കമ്പിലേക്ക് ഒരു നൂൽപ്പാലം പോലായി. അതിന് ഈ നൂൽപ്പാലത്തിൽ കൂടി കയറിയിട്ട് നിനക്ക് വേണ്ട വീണ്ടും നടുക്കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് നല്ല വലയുണ്ടാക്കാം. അപ്പോൾ അങ്ങനെ വലയുണ്ടാക്കി അതിൽ വന്ന് കൊതുവിനെ തിന്ന് സുരക്ഷയായി ജീവിക്കാൻ പറ്റും. ഇതുപോലെ ഗുരു ആ ആത്മവിശ്വാസം പകരുകയാണ്. നമ്മളിൽ തന്നെ ഈ കഴിവുകളുണ്ട്. ഗുരുവിനെ അനുസരിക്കുന്നതും ഗുരുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നതും കുറച്ചിലായി കാണുന്ന പലരുമുണ്ട്. എന്നാൽ ലോകജീവിതത്തിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ തലകുനിക്കുകയും ചെയ്യുന്നുണ്ട്. അഹങ്കാരം തന്നെ അടിയറ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത് നേടണമെങ്കിൽ അവരെ കൂടുതൽ തല കുനിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ഭാവത്തിൽ പലരും
അഹങ്കാരം അടിയറ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മറിച്ച് ഗുരുവിനെ അനുസരിക്കുന്നതുകൊണ്ട് അമൂല്യമായ ആത്മലാഭമാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവതലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അഹന്ത എന്ന് പറയുന്ന വെള്ളം ഒഴുകുന്ന വെപ്പിലെ കരട് പോലാണ്. അത് ആ വെള്ളം വരുന്ന പ്രഭാവത്തെ തടസ്സപ്പെടുന്നു. ഒരു മിനിറ്റിൽ ഇത്ര ഒരു ബക്കറ്റ് വെള്ളം വന്നുകൊണ്ടിരുന്നത് അത് ഒരു മിനിറ്റിൽ ഒരു 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 തുടം വെള്ളം വരുന്ന രീതിയിൽ കരട് കയറിയും തടസ്സപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ അഹന്ത ഗുരുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുകയാണ്. ഒരു സുഹൃത്തിനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്ന് കരുതുക. ആ സുഹൃത്ത് വരുമ്പോൾ സ്വീകരിക്കാനായി വാതിൽക്കൽ നിന്നുകൊണ്ട് അയാളോട് പറയണം, വരൂ വരൂ അകത്തേക്ക് വരൂ എന്ന് വാതിൽക്കുന്നുകൊണ്ട് പറയണം. എന്നാൽ നമ്മൾ ആ വാതിൽ നിന്ന് മാറാൻ തയ്യാറുമല്ല. ഈ വാതിൽ നിന്ന് മാറാതെ എങ്ങനെയാണ് പുറത്ത് നിൽക്കുന്ന ആളകത്തോട്ട് കയറുന്നത്? ഇതുപോലെ ചിലർ ഗുരുവിനെ സ്വീകരിക്കുക, എന്നാൽ ഗുരു പറയുന്നത് സന്തോഷത്തോടെ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. ഗുരുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു, എന്നാൽ ഗുരുവിന് കടന്നു വരാൻ നമ്മൾ ഹൃദയ കവാടം തുറക്കുന്നില്ല. നമ്മുടെ അഹന്ത വഴിമാറി കൊടുത്താൽ ഗുരുവിന് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഞാൻ എന്ന ഭാവം മാറി എല്ലാം അവിടെ നിന്നുള്ള ഭാവം നമ്മൾ വളരണം. അപ്പോഴേ ശിഷ്യന് പൂർണ്ണതയിലേക്ക് ഉയരാൻ കഴിയും. വാസ്തവ മനുഷ്യൻ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവം. തുടർന്ന് എൻ്റേതെന്നും എനിക്ക് വേണമെന്നുള്ള ഭാവം ഉദിക്കുന്നു. മനസ്സിന് 100,000 കലബലകൾക്ക് കാരണം ഈ 3 ഭാവങ്ങളാണ്. ഈ 3 അപസ്വരവും നമ്മുടെ അജ്ഞതയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മളെപ്പോഴും പൂർണ്ണരാണ്. അത് മറന്ന് പലതിനു വേണ്ടി ആഗ്രഹിക്കുകയും പാടുപെടുകയും ചെയ്യുന്നു. ദുഃഖ കാരണമായ ഈ അജ്ഞതയിൽ നിന്ന് ഉണർത്തി നമ്മളെ ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക് ഉയർത്താനാണ് ഗുരു ശ്രമിക്കുന്നത്. വേദാംബികേ
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Back in 1979 until mid-80s, the ashram neighborhood and roads leading to Amma's ashram was not at all safe. On many occasions, I had to alight the bus in one of the stops at the national highway and walk 6 to 7 kilometers to reach the ashram. And that too close to midnight. There were reports of pedestrians being beaten up, robbed and stabbed at night. Mobile phones were non-existent in those days and I never carried a flashlight. So the one and only protection was Amma, my blazing love for her. That was the only light. Perhaps I had some understanding about Amma's infinitude nature, which further deepened my love for her. So I surrendered. It happened. I wasn't aware of it, but the surrender happened. And it happens. So I surrendered, thereby transforming the energy of fear into fearlessness. And how did that fearlessness arise? That's love's miracle. The more the intensity and depth of love, the more love transforms into a presence. Love transforms into a presence. The more intense, the more depth, the more love transforms into a presence. And as love transfigures more and more into a presence, the greater will be its pervasiveness and lesser body conscious you become. Ultimately, when love fully consumes you, you transcend the body and transform into a pure, undivided presence like the wind. Perhaps this is why Mirabai was not affected when she drank the cup of poisoned milk. Instead, the statue of Krishna turned blue. She was made to lie on a bed of sharp nails, but there wasn't even the smallest scratch on her body. You might have read the story of Amma, drinking the poisonous milk, even though she knew. And nothing happened. I mean, she vomited a little bit. That's it. So in the highest reaches of love, we cease to be the body and become just an overflowing presence. And this state is accessible to anyone provided they surrender. And most of you must have experienced blissful and beautiful moments of surrender. A momentary experience, not lasting. But sometimes we just surrender and we are blissful. We feel feathery, weightless, vigorous, full of energy, full of love. But it doesn't last long. So this momentary experience can become permanent. The mother's womb, where all babies live for nearly 9 months, is a nurturing world. The mother's womb is a nurturing world for the child. It is said that in the later months of pregnancy, the child becomes aware of its existence. And nothing happens unless we exist, right? Then suddenly one day the baby comes out of the womb. And what is the first thing it does? It cries. Why? Because until then it was living in a comfortable world as part of the mother, totally dependent on her. Now it is pushed into another strange world quite unexpectedly
a world of noises, a world of happenings. The baby is bewildered, frightened, and feels isolated, separated. Don't we feel the same when all of a sudden we find ourselves in a lonely place with no one around, with absolutely no help? What would a normal person do in that moment of terrorizing lonesomeness? He or she will just cry their heart out. In all similar situations of life, when we are faced with loss, failure, abuse, unexpected challenges, when an intense emotion surfaces out of the blue, when helplessness overpowers us, we just weep. The point is, the uncomfortable, helpless, and abandoned baby experience never leaves us until the end of our life, even when we claim to be mature human beings. How can we lay our faith in anyone, anything, any circumstance when life in this world is full of uncertainties? Even the mightiest among men died like a helpless baby. Think of this. This is not just philosophy. This is something to contemplate. This is something to meditate upon. We came into this world as a helpless baby, and when we leave this world, we are again like a helpless baby. And how can you claim that you are great in the middle? This way of thinking, working, and living is known as Maya. So what are we supposed to do? Do nothing? Sit idle? Or leave everything behind and retreat to a secluded place and perform tapas? No. We must act, work hard, do whatever is entrusted to us, discharge our responsibilities as best as we can. However, along with that, understand the nature of life, God, the universe. Learn to surrender and let go of the doership attitude. It's not easy, but we can. It's not impossible.